മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളന നഗരിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാകാൻ പോകുന്നു. പി ആർ സുനിൽ നമുക്കൊപ്പമുണ്ട്. പി ആർ സുനിൽ, പ്രതിനിധി സമ്മേളനത്തിലേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രി അടക്കം എത്തിക്കഴിഞ്ഞല്ലോ. സുജിയ, സമ്മേളന നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. CPIM കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഇപ്പോൾ സമ്മേളന നഗരിയിൽ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ, സംസ്ഥാന സമിതി അംഗങ്ങൾ എല്ലാവരും തന്നെ എത്തിയിരിക്കുന്നു. എല്ലാ പ്രതിനിധികളും എത്തിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ സമ്മേളനത്തിന്റെ തുടക്കമായി പതാക ഉയർത്തൽ ചടങ്ങ് സമ്മേളന നഗരിയിൽ ആരംഭിക്കാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായി ഇപ്പോൾ നേതാക്കളൊക്കെ തന്നെ ഈ പതാക ഉയർത്തുന്ന പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതായത് മുതിർന്ന നേതാക്കളെയൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. SRP, MA ബേബി, പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളുമുണ്ട്. അങ്ങനെ പതാക ഉയർത്തൽ ചടങ്ങ് ഇപ്പോൾ സമ്മേളന നഗരിയിൽ നടക്കാൻ പോകുന്നു. അതിനുശേഷം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരിക്കും സമ്മേളന നടപടികളിലേക്ക് കടക്കുക. CPIM കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ഏതായാലും ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രകാശ് കാരാട്ട് എന്തൊക്കെ പറയും എന്നതും വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. മൂന്നാം ഭരണം ലക്ഷ്യം വെച്ചാണ് ഈ സമ്മേളനം നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോഴും ഒരു തുടർ ഭരണത്തിന്റെ ആവേശത്തിലായിരുന്നു CPIM. ഇത്തവണ മൂന്നാം ഭരണം ലക്ഷ്യം വെച്ചാണ് CPIMന്റെ ഈ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. അപ്പോൾ അതിൽ വളരെ നിർണായകമായ തരത്തിലുള്ള ചർച്ചകൾ നടക്കും, വിശകലനം നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് CPIM കേരളത്തിൽ നേരിട്ടത്. അപ്പോൾ ആ തിരിച്ചടിക്ക് കാരണമായ സാഹചര്യങ്ങൾ നേരത്തെ പാർട്ടി വിലയിരുത്തിയതാണെങ്കിൽ പോലും അക്കാര്യങ്ങൾ സംസ്ഥാന സമ്മേളനം വിശദമായി ചർച്ച ചെയ്യും. ഏതൊക്കെ മേഖലകളിൽ വോട്ട് ചോർച്ചയുണ്ടായി, പാർട്ടിയുടെ കരുത്ത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി വിലയിരുത്തും. നേരത്തെ റഹീസൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആ സംഘടനാ റിപ്പോർട്ടിൽ BJPയുടെ വളർച്ച വലിയ ആശങ്കയായി CPIM കാണുന്നുണ്ട്. അപ്പോൾ കേന്ദ്രം വലിയ ഭീഷണിയായി CPIM കാണുന്നു. CPIMന്റെ പരമ്പരാഗത വോട്ടുകളിൽ വരെ പിളർപ്പുണ്ടാകുന്ന തരത്തിൽ BJP കേരളത്തിൽ കാലുകുത്താൻ പോകുന്നു എന്നത് CPIMനെ സംബന്ധിച്ച് വളരെ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ്. അപ്പോൾ ആ പ്രതിസന്ധി പരിഹരിക്കാൻ എന്തൊക്കെ രാഷ്ട്രീയമായി, സംഘടനാപരമായി CPIM തീരുമാനമെടുക്കും, മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള പാളിച്ചകൾ പരിഹരിക്കാൻ എന്തൊക്കെ പാർട്ടി സംഘടനാപരമായ തീരുമാനങ്ങളിലേക്ക് പോകും എന്നൊക്കെ ഈ സമ്മേളനത്തിലൂടെ വ്യക്തമാകും. തീർച്ചയായും എങ്ങനെയായിരിക്കും ഈ സമ്മേളനത്തിൽ പുതു നേതൃത്വം വരിക എന്നതും ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു തീരുമാനം തന്നെയാണ്. കാരണം യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകുമോ, സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്നു, പുതിയ നേതൃത്വം വരും. ഏതായാലും സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് MV ഗോവിന്ദൻ തുടരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അപ്പോഴും സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലുമൊക്കെ തന്നെ ഇത്തവണ പ്രായപരിധി നിർബന്ധമാക്കുന്നുണ്ട്. അപ്പോൾ പ്രായപരിധി 75 എന്ന് നിശ്ചയിക്കുമ്പോൾ തീർച്ചയായും കുറെ നേതാക്കൾക്ക് സെക്രട്ടേറിയറ്റിൽ നിന്നും സംസ്ഥാന സമിതിയിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടി വരും. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള പുതിയ ഒരു തീരുമാനം CPIM എടുക്കുമോ, സംഘടനാപരമായി പാർട്ടിക്ക് ഊർജ്ജം നൽകുന്ന തീരുമാനത്തിലേക്ക് CPIM പോകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഇപ്പോൾ പതാക ഉയർത്തൽ ചടങ്ങ് ഇപ്പോൾ ഈ സമ്മേളന നഗരമായ ടൌൺ ഹാളിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടക്കാൻ പോവുകയാണ്. മുതിർന്ന നേതാക്കളൊക്കെ തന്നെ നേതാക്കൾ എല്ലാവരും വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കുകയാണോ? ഉദ്ഘാടന അല്പസമയത്തിനകം നടക്കും. അതാണ് ഇന്നത്തെ സമ്മേളനത്തിന്റെ തുടങ്ങുന്നതിന്റെ ഒന്നാമത്തെ നടപടികൾ. നിലവിലുള്ള സംസ്ഥാന കമ്മിറ്റിയിലെ ഏറ്റവും സീനിയറായ അംഗം എന്ന നിലയിൽ AK പതാക ഉയർത്തുക.